പാർവതി അവൾ ചരിത്രം എഴുതുകയാണ്. ഇത് ലിറ്ററലായിട്ടും എടുക്കാം, ഫിഗറേറ്റീവായിട്ടും എടുക്കാം. ഇപ്പോൾ WCC വഴി ഫിഗറേറ്റീവായിട്ടാണ് നിങ്ങൾ എല്ലാവരും ചരിത്രം എഴുതുന്നത്. പക്ഷെ ലിറ്ററലി ഓൾസോ പ്രൊഡ്യൂസേഴ്സായിട്ട്, ആസ് ആക്ടേഴ്സ്, സം ഓഫ് യു ആർ റൈറ്റേഴ്സ്, നിങ്ങൾ ചരിത്രം എഴുതുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൻ്റെ അർത്ഥം, പാർവതിയുടെ മനസ്സിൽ ഇതിൻ്റെ അർത്ഥം എന്നാണ്? ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ആദ്യത്തെ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു, ഇപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ മാക്സിമം സിനിമകൾ ചെയ്തോളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, പിന്നെ ആൻറ്റി, അനിയത്തി, അമ്മമാർ എന്നുള്ള റോൾസിലേക്ക് ചുരുങ്ങും, അപ്പോൾ മാക്സിമം യൂസ് ചെയ്തോളൂ എന്ന് പറയും. അത് കേട്ടില്ലെന്ന് വെച്ചു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കാൻ തുടങ്ങി, പലവരും സ്ത്രീകൾ, അഭിനേത്രികൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്ത് അതിന് നല്ല മാർക്കറ്റ് വാല്യൂ കൂടി അവർ നല്ല സൂപ്പർ ഹിറ്റായി കഴിഞ്ഞ് പിന്നെ അവരെ കാണില്ല, പിന്നെ ദേ ഹവ് ഗോൺ മിസ്സിങ്. അപ്പോൾ നമ്മൾ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് പോയതായിരിക്കും, അല്ലെങ്കിൽ അവർ ദേ സ്റ്റോപ്ഡ് ആക്ടിങ് ആൻഡ് ദേ ലെഫ്റ്റ്. പോകെ എനിക്ക് മനസ്സിലായത് അതും ഒരു വേ ഓഫ് ഒപ്രഷൻ ആണ്. ആഫ്റ്റർ എ വൈൽ നമ്മളുടെ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റണ്ട് ദ ഗ്രോത്ത്. സോ ദെൻ യു ക്യാൻ കീപ് പീപ്പിൾ വിത്തിൻ, നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസിൽ വെക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു അണ്ടർ ദ മെയിൻ ലെയർ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റിയൊന്നും അത്രയും ഒരു പഠനമൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്നെ ചോദിച്ച ചോദ്യത്തിൽ ഇതിനെന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇവിടെ നിലനിൽക്കുക എന്നുള്ള ഒരേ ഒരു ആക്ഷൻ ഇസ് ഇന്നഫ് ടു സേ ദാറ്റ്സ് മേക്കിംഗ് ഹിസ്റ്ററി. ഞാനിപ്പം സിനിമയിൽ വന്നിട്ട് 18 വർഷത്തിൽ കൂടുതലാകുന്നു. എന്നോട് ആദ്യം വന്നപ്പോൾ 10 വർഷത്തിനുള്ളിൽ മാക്സിമം ചെയ്തോ എന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള ഉത്തരവും കൂടെയാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത്. സക്സസ്ഫുൾ ആണോ, സിനിമ ഓടുന്നുണ്ടോ, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരേ ഒരു ചെയ്തിയിലൂടെയാണ് ഞാൻ ആ ചരിത്രം സൃഷ്ടിക്കാൻ ആദ്യമായിട്ട് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് WCCൻ്റെ ഉത്ഭവനവും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിനോട് യോജിച്ചുള്ള വേറെ തരത്തിലുള്ള ചരിത്രം സൃഷ്ടിക്കൽ നടക്കുന്നത്. അതും ഒരു തീരുമാനമായിട്ട് തുടങ്ങിയതല്ല, ചെയ്യേണ്ടി വരികയാണ്. ഒരു സ്ഥലത്ത് ഡിഗ്നിറ്റി ഇല്ലാത്തൊരിടത്ത് ജോലി ചെയ്യാനോ നിലനിൽക്കാനോ താല്പര്യമില്ലാത്തൊരു കൂട്ടം വനിതകൾ വന്നിട്ട് നമ്മളുടെ കൂടെ ഇടമാണല്ലോ ഇത്, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചേർന്നത് മാറ്റിക്കൂടാ എന്നൊരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം WCCക്ക് മുമ്പും WCCക്ക് പിന്നീടും നിന്ന് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടു. ആക്ച്വലി 2017 ഫെബ്രുവരിക്ക് മുമ്പും പിന്നീടുമാണ്. അതിജീവിതയുടെ ഒരേ ഒരു തീരുമാനത്തിന് ശേഷമാണ് എല്ലാവരുടെ ജീവിതവും മാറിയത് ഇൻഡസ്ട്രിയിൽ. സോ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ചരിത്രം എഴുതൽ തുടങ്ങിയതെന്ന് തോന്നുന്നു. ഞാൻ കൊച്ചിലെ കേരളത്തിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബന്ധുക്കാരോട് ചോദിക്കുമായിരുന്നു, ഇതെന്താണ്, ഞാൻ മലയാളം പടം കാണുമ്പം 10, 20, 40 പടത്തിൽ ഒരേ ഹീറോ കാണും, പക്ഷേ എല്ലാ 2, 3, 4 പടം കഴിഞ്ഞിട്ട് വേറെ പുതിയ ഹെറോയിൻ. അപ്പോൾ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത് പെണ്ണുങ്ങൾ ഫ്രഷായി കാണുന്നതാണ് നല്ലത്. കൊച്ചിലെ ഐ ഡിഡ്ന്റ് ഹാവ് ദ വൊക്കാബുലറി ഫോർ ഇറ്റ്. പക്ഷേ ഒരു സമയത്ത് ഞാൻ ചോദിക്കാൻ തുടങ്ങി, പെണ്ണുങ്ങൾ ഫ്രഷ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ, പെണ്ണുങ്ങൾ പച്ചക്കറിയാണോ? അപ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരം ഇല്ലായിരുന്നു. പക്ഷേ ആ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടോ? ഒരുപാട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കാലം മാറിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ അങ്ങനെ ഒരുപാട് എക്സ്പോഷർ കൂടിയത് കൊണ്ടും തന്നെ. പിന്നെ ഇത്തരം ചർച്ചകൾ വളരെയധികം കോമൺ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴേ നമ്മൾ തുടക്കത്തിലൊന്നും ആ ചിന്തയിൽ മാറ്റം വരില്ലായിരിക്കും. ഇറ്റ് മൈ ടേക്ക് റെപ്പിറ്റീഷൻ ഫോർ ലൈക്ക് 15 ടൈംസ് ഫോർ യു ടു സ്റ്റാർട്ട് തിങ്കിങ് അതെന്താ അങ്ങനെയെന്ന്. ഓരോരുത്തരുടെയും ബേസിക് ഗ്രോത്ത് ലെവൽ അക്കോർഡിംഗ് ടു അവരുടെ കണ്ടീഷനിങ്ങിനനുസരിച്ചല്ലേ കാര്യങ്ങൾ മാറ്റേണ്ടത്. പക്ഷേ ഈ ഫ്രഷ് എന്നുള്ളൊരു നോഷനും കൂടെ അതും വളരെ പേട്രിയാർക്കലായിട്ടുള്ളൊരു തോട്ടാണല്ലോ. അതായത് ഫ്രഷ് ആർക്ക് വേണ്ടിയിട്ടാണ് ഫ്രഷ് ആവേണ്ടതെന്നുള്ളതാണ്. എനിക്ക് വേണ്ടി ഐ എം ഓൾവേസ് ഫ്രഷ്. പക്ഷേ കാഴ്ചയ്ക്കൊരു രസം തോന്നണമെങ്കിൽ കുറച്ചൊന്ന് മാറ്റി പിടിക്കാമെന്നുള്ള ഒരു സംഭവം, അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ഉണ്ടാവുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കേരളത്തിൽ അങ്ങനെയാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ കേരളത്തിൽ അങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിനോട് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടല്ലോ. ഞാൻ കേരളത്തിൽ നിന്നാണെന്നുള്ളതിൻ്റെ അഭിമാനം ഞാൻ എപ്പോഴും
കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോഴും WCCൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും പറയും, എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തെല്ലാവരും അറിയുമ്പോൾ നമ്മുടെ കേരളത്തിനല്ലേ ഒരു അപമാനം. ഞാൻ പറഞ്ഞു, അല്ല, അഭിമാനമല്ലേ കൊള്ളേണ്ടത്. പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ച് അതിൽ മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നമ്മളാണ്, ബാക്കിയുള്ളവരത് ചെയ്യുന്നില്ല. സോ അങ്ങനെ ആലോചിക്കുമ്പം ഒരു ശബ്ദവും കേൾക്കാത്ത മറ്റുള്ള ഇടങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും. സോ അവിടെയാണ് എനിക്ക് ഇവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇസ് ദാറ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും, എത്ര മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കില്ല. അതാണ് നമ്മളുടെ ഗ്രോത്തിനൊരു വളമായിട്ട് എപ്പോഴും നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജനിച്ച് വളർന്നത് ഡൽഹിയിലാണ്. ആൻഡ് ഐ ഓൾവേസ് ഫീൽ വെരി പ്രൗഡ് ഓഫ് ബീങ് എ മലയാളി ഇൻ ഡൽഹി ബിക്കോസ് എവറിബഡി തിങ്ക്സ് വെരി ഹൈലി ഓഫ് കേരള. ഓക്കെ, ദാറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, പെർഫെക്റ്റ് അല്ല. ദർ ആർ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് അബൌട്ട് ഇറ്റ്, പക്ഷെ പെർഫെക്റ്റ് അല്ല. പക്ഷേ ഈ സമയത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, യോ, കേരളത്തിൽ പോലും ഇങ്ങനെ നടക്കുമോ? അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയുന്നത്, ബി പ്രൗഡ്. കേരളത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. കാരണം കേരളത്തിലെ സ്ത്രീകൾ WCC ഫോം ചെയ്തു, വേറെ ആരും അങ്ങനെ ഫോം ചെയ്തില്ല. ആൻഡ് കേരള മലയാളി സമൂഹം ആ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തു, മീഡിയ സപ്പോർട്ട് ചെയ്തു, വേറെ എങ്ങും ഞങ്ങളത് കണ്ടിട്ടില്ല. സോ ഈ കോൺട്രഡിക്ഷൻ പക്ഷേ എങ്ങനെയാണ് ഞങ്ങൾ പുറത്തെ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഇത് കോൺട്രഡിക്ഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു വാദം. ഇതാണ് ആക്ച്വലി ഒരു ഗ്രോത്തിന് ഉണ്ടാവുന്നത്. വെൻ ദർ ഇസ് റെസിസ്റ്റൻസ്, ഒരു സ്റ്റേറ്റസ് കോനെ റെസിസ്റ്റ് ചെയ്യുമ്പം ദർ വിൽ ബി ഒരു പുഷ് ആൻഡ് പുൾ ഉണ്ടാവും. അതിലാര് ജയിക്കുന്നു എന്നുള്ളതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൈൻഡ് ഓഫ് എ തിങ്. ഈ ഒരു നമ്മൾ സൃഷ്ടിച്ച ഈ റെസിസ്റ്റൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പുഷ് ഒരു പക്ഷേ സമൂഹം കാണിച്ചിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ബൈ ദ വേ യു സെഡ് മീഡിയ സപ്പോർട്ട് ചെയ്തു എന്ന്. മീഡിയ ഫസ്റ്റ് 4 years were the most scathing experience for us. അതായത് ആ ഒരു പ്രസ് കോൺഫറൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പറ്റുന്ന ആൾക്കാർക്ക് എത്ര തെറപ്പി എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കേ അറിയുള്ളൂ. കാര്യം അത്രയും നമ്മളെ വളരെ ഓപ്പണായിട്ട് സ്ലട്ട് ഷെയിം ചെയ്തും അപമാനിച്ചും പോയിക്കൊണ്ടിരുന്ന മീഡിയ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതും പിന്നെയും നമ്മൾ ഓക്കെ, ബ്ലിങ്കേഴ്സ് ഓൺ, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, നമുക്കിത് ചോദിക്കണം, ഗവൺമെൻറ്റിനോട് ഇത് ചോദിക്കാനുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഇത് സംസാരിക്കണം. ഇതൊന്നും പഠിച്ചിട്ടല്ല ഞാൻ വന്നത് ഇൻഡസ്ട്രിയിൽ. ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വിശ്വസിച്ചിട്ടുമല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആക്ട് ആൻഡ് ഗോ ബാക്ക് ഹോം. സോ ഒരു പുതിയ തരം ഒരു എഡ്യൂക്കേഷൻ തന്നെ ആയിരുന്നു. കാര്യം വേറെ ആരെങ്കിലും വരും നമ്മളെ സഹായിക്കാൻ, വേറെ ആരെങ്കിലും അതെന്താ നമ്മൾ പാവങ്ങളല്ലേ, നമുക്കിത് വേണ്ട, ആരെങ്കിലും ഇതും ചെയ്തു തരുമോ എന്നുള്ളൊരു സ്പേസേ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കാര്യം സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരികയാണ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ കോൺട്രഡിക്ഷൻ, ബിക്കോസ് ഈ 7 വർഷത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പം, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായിരുന്നു അല്ലേ എന്ന് വയ്ക്കുന്ന ശരിവെക്കലിൽ തന്നെ നമുക്കൊരു ദീർഘനിശ്വാസമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊരു സങ്കടവും വിഷമവും കലർന്നിട്ടുള്ള സന്തോഷം തന്നെയാണ്. കാര്യം ഇത്രയും കാലം എടുക്കേണ്ടി വന്നു നമ്മളോട് ചെയ്തു വരുന്ന അനീതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളിന്ന് വിശ്വസിച്ചു ഫുള്ളെന്ന് ഇപ്പോഴും പറയുന്നില്ല, പക്ഷെ വിശ്വസിച്ച് തുടങ്ങാൻ 18 വർഷമായിട്ട് ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, ഞാൻ കൂടെ അഭിനയിച്ചതും വർക്ക് ചെയ്തിട്ടുള്ള പല ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്നില്ല ഇത്രയും പക്വതയോ ബുദ്ധിയോ ഒക്കെ വരാനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ. ഐ ഡിഡ്ന്റ് ഡിസേർവ് ഇറ്റ് ആസ് എ ഹ്യൂമൻ ബീങ് ടു ബി അറ്റാക്ഡ് ആൻഡ് അബ്യൂസ്ഡ് ആൻഡ് കോൾഡ് നെയിംസ്, അതൊന്നും. അപ്പം ആ ഒരു ഡീസൻസിയിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ജെൻഡറിനെ ഹ്യൂമനൈസ് ചെയ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ വ്യക്തിയായി കാണൂ എന്നുള്ളതിൻ്റെ ഒരു അപേക്ഷാപത്രം കൂടിയാണ് ഈ മൂവ്മെൻറ്റ്. ഞാൻ പറഞ്ഞത് മലയാളി സമൂഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഏത് ഇഷ്യൂനെ കുറിച്ച് വല്ലതും എഴുതിയാൽ ഉടനെ 1-2 മലയാളികൾ എൻ്റെ സോഷ്യൽ മീഡിയ വന്ന് പറയും, പാർവതി തിരുവോത്ത് എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാഞ്ഞത്, മഞ്ജു വാര്യർ എന്താ ഒന്നും പറയാഞ്ഞത്, WCCക്കാർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയോ, എന്താണ് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ. ഒരു പ്രാവശ്യം ഞാൻ തിരിച്ച് എഴുതി, അവരെന്നാ 24 hour ഡ്യൂട്ടിയിലാണോ? പക്ഷെ ഇത് കേരളത്തിലെ കാര്യം മാത്രമല്ല, ലോകത്തിൽ എവിടെ നോക്കിയാലും ആക്ടിവിസം ചെയ്യുന്ന ആളുകളെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും. ആക്ടിവിസ്റ്റ് മാത്രമല്ല, സാധാരണക്കാർ. ഇഫ് യു സ്പീക്ക് അപ്പ്, ദെൻ പീപ്പിൾ വിൽ ആസ്ക്, വൈ ഡോണ്ട് യു സ്പീക്ക് അപ്പ് അബൌട്ട് എവറിഥിങ്? Is it exhausting? And how do you deal with the exhaustion? എക്സോസ്റ്റിംഗ് ആയിരുന്നു തുടക്കത്തിലൊക്കെ. എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ ഇത്രയും ഇങ്ങനെ അവർ ചോദിക്കുന്നതെന്നൊക്കെ.
പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 7 വർഷത്തിൻ്റെ ദൈർഘ്യം 7 വർഷത്തിൻ്റെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ നമുക്കൊരു ഇരുത്തം വരുമല്ലോ. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ പോവും ഇവിടുന്ന്. സോ നൗ ഐ എം റിയലൈസിങ് ഞാനിപ്പോഴും ഇവിടെ ഉണ്ട്. സോ മേ ബി ദാറ്റ് മീൻസ് എനിക്ക് കുറച്ചും കൂടെ സമാധാനത്തോടെ ഒരാളിനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർ എന്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് എന്നത് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ പേഷ്യൻസ് എനിക്ക് കുറച്ചും കൂടെ വന്നിട്ടുണ്ട്. ഇത് എക്സോസ്റ്റിംഗ് ആണ്, പക്ഷെ അതും ഒരു കൾച്ചറാണ് ക്രിയേറ്റഡ് അഗെൻസ്റ്റ് വിമൻ ഹു സ്പീക്ക് അപ്പ്. ഇപ്പം അടുത്തിടെ ഞാനൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയോട്, എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോടിപ്പോൾ ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ്, ബ്രേവ്, ഹൗ ആർ യു സോ ബ്രേവ്, ഇത്രയും ധൈര്യം എങ്ങനെയാണ് പാർവതിക്ക് എന്നുള്ളത്. ആക്ച്വലി എനിക്കൊരു ധൈര്യവുമില്ല. ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കണമെങ്കിൽ ഇത് ചെയ്യേണ്ടി വരികയാണ്. നമുക്ക് ഒപ്രസ്ഡായിട്ട് ജീവിക്കാൻ എന്തായാലും താല്പര്യമില്ല. അപ്പം ആ ഒരു ധൈര്യം സംവരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, കേൾക്കേണ്ട പോഡ്കാസ്റ്റും ആൾക്കാരുടെ ഇൻ്റർവ്യൂസും കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക. ബ്രേവ് എന്ന് പറഞ്ഞുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരു കോപ്പ് ഔട്ടും കൂടെയാണ്. അതായത് ഇപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറയാം, കൂടുതലും സ്ത്രീകൾ വന്ന് ചോദിക്കാറുണ്ട്, പക്ഷേ പുരുഷന്മാർ വന്ന് ചോദിക്കും, പാർവതി ചെയ്യുന്ന നല്ല കാര്യമാണ്, അങ്ങ് മുമ്പോട്ട് പോകൂ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നമ്മളെല്ലാവരുമാണ്, അത് എൻ്റെ മേത്ത് ഇടണ്ട. അതൊരു റിഫ്ലക്ഷന് പറ്റാവുന്നൊരു മോമെൻ്റാണ്. ആർ യു ഓൾസോ സപ്പോർട്ടിങ് ദിസ് മൂവ്മെൻറ്റ്? എൻ്റെ ബ്രേവറിക്ക് എനിക്ക് ഒരു ക്രൗണോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. യു ഓൾസോ ബി ബ്രേവ് വിത്ത് മീ. ബിക്കോസ് മൂവ്മെൻറ്റ് കൊണ്ട് നടത്തുന്ന ആൾക്കാരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ ഇക്വാലിറ്റിയും ഒരു ബെറ്റർ സൊസൈറ്റിയും ആവേണ്ടത് എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് അത് നമ്മളുടെ മേത്തേക്ക് അത് വരുമ്പോൾ മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് കാണുള്ളൂ. ഇപ്പം എൻ്റെ കാര്യം അത് തന്നെയായിരുന്നല്ലോ. 2017 ഫെബ്രുവരിക്ക് മുമ്പ് ഞാനും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ തന്നെ ഒരു ഇട്ടാവട്ടത്തിലുള്ള ലോകത്ത് എനിക്ക് കിട്ടേണ്ട കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ടോ, എനിക്ക് കിട്ടുന്ന പൈസ കിട്ടുന്നുണ്ടോ, എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാതിരിക്കും നോക്കുന്നുണ്ടോ. ഇപ്പം ഞാൻ എന്നെന്നുള്ള പോലെ തന്നെ എൻ്റെ കൈ ഇത്രയും വലുതായിട്ടുണ്ട്. അത് ആ ഒരു ഭയങ്കര ഹംബ്ലിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ദാറ്റ് യു കാൺ ജസ്റ്റ് ബി ഇൻവേർഡ് ലൈക്ക് ദിസ്. അപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞില്ല? ബിക്കോസ് ഐ എം ഹ്യൂമൻ. ഐ ഡോണ്ട് ഹാവ് ദ ടൈം, ഐ ഡോണ്ട് ഹാവ് ദി അണ്ടർസ്റ്റാൻഡിങ്. എനിക്കതിനെപ്പറ്റി പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിനൊക്കെയുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഇപ്പോഴും ഐ റിസർവ് ദ റൈറ്റ് ടു ബി ഓൾസോ ഫ്ലോഡ്. ഐ റിസർവ് ദ റൈറ്റ് ടു മേക്ക് മിസ്റ്റേക്സ്. ഐ റിസർവ് ദ റൈറ്റ് ടു ഡു എവ്രിതിങ് ദാറ്റ് യു ഓൾ ഡു. പക്ഷേ ഐ വിൽ ഡു മൈ ബെസ്റ്റ് നോട്ട് ടു ഡു ദ മിസ്റ്റേക്സ്. ആ ഒരു ഇൻറ്റൻഷൻ സെറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ.